വെൽക്കം ടു പ്ലംബിക്സ്. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പേൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബീഡ്സ് ആവശ്യമുണ്ട്. 6mm ആൻഡ് 4mm ബീഡ്സ്, മെറ്റാലിക് ഹെയർ ബാൻഡ്, ഗിയർ വയർ, അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഗിയർ വയറിൽ നമ്മൾ ആദ്യം തന്നെ 4 ബീഡ്സാണ് ഇടുന്നത്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തേക്കുന്നത് 4mm ബീഡ്സാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ 4 ബീഡ്സ് ഇട്ടിട്ട് അതിൻ്റെ ഒരു എൻഡ്, ഗിയർ വയറിൻ്റെ ഒരു എൻഡ് എടുത്ത് ഒരു ബീഡിൻ്റെ അകത്തൂടെ കയറ്റി ഇങ്ങനെ വലിച്ചെടുക്കുക. ഇത് സെയിം ഡിസൈൻ തന്നെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കാണെങ്കിൽ ഒരു ഐഡിയ കിട്ടിക്കാണും ഇപ്പം. ഓക്കെ, ഫസ്റ്റ് 4 ബീഡ്സ് ഇട്ട് ഇപ്പം നമ്മൾ സെക്കൻഡ് എന്ന് പറയുന്നത് ആ ഒരു എൻഡിൽ നമ്മൾ 2 ബീഡ് ഇടുക. ഓക്കെ, അടുത്ത ഗിയർ വയറിൻ്റെ എൻഡിൽ ഒരു ബീഡ് ഇടുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എൻഡ് എടുത്തിട്ട് മറ്റേ എൻഡിലുള്ള ഒരു പേളിൻ്റെ അകത്തൂടെ കയറ്റി നേരത്തെ ചെയ്ത പോലെ തന്നെ വലിച്ച് എടുക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ, അതായത് ഒരു ഗിയർ വയറിൻ്റെ എൻഡ് എടുത്തിട്ട് മറ്റേ ഗിയർ വയറിലുള്ള ഒരു പേളിൻ്റെ അകത്തൂടെ കയറ്റി ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുത്തത് 4 ബീഡാണ്, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് എടുത്തത് 4 ബീഡ്സ് ഇടുന്നു, പിന്നെ നമ്മൾ ഒരു എൻഡിൽ 2 ബീഡ്സ്, മറ്റേ എൻഡിൽ 1 ബീഡ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഞാൻ 4mm വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4mm ബീഡ്സ്, അതായത് ഹെയർ ബാൻഡിൻ്റെ ആ ചെവിയുടെ ഏരിയ വരുന്നത് കൊണ്ട് ഞാൻ അതായത് 4mm ബീഡ്സ് യൂസ് ചെയ്തിട്ട് പിന്നെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ 6mm ബീഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെവിയുടെ അവിടെ ഒരു 9 പ്രാവശ്യമാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. സോ ഇതേപോലെ തന്നെ നമുക്കൊരു 9 ടൈംസ് കണ്ടിന്യൂ ചെയ്യാം 4mm ബീഡ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഹെയർ ആക്സസറീസ് ക്ലാസ്സസും ഹെയർ ആക്സസറി ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ നമ്മളുടെ ഈ വീഡിയോസ് എല്ലാം ഹോം പേജിൽ, അതായത് വാച്ച് ചെയ്യുന്നവരുടെ ഹോം പേജിലോട്ട് ഇത് വന്ന് കിടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അറിയത്തില്ല ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും. ആവശ്യമുള്ളവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഉണ്ടാക്കും തോറും ഇടയ്ക്കിടെ ഇങ്ങനെ ഹെയർ ബാൻഡ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് എത്ര പേൾസ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹെയർ ബാൻഡിൽ ഇടയ്ക്കൊന്ന് വെച്ച് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി 6mm ബീഡ്സ് വെച്ചിട്ട് ഇതേ സെയിം പോലെ തന്നെ കണ്ടോ, ഒരു എൻഡിൻ്റെ അടുത്ത് മറ്റേ എൻഡിൻ്റെ ഒരു പേളിൻ്റെ അകത്തൂടെ കയറ്റി ഇങ്ങനെ എടുക്കുക. ഇതേ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഇനി 6mm വെച്ചിട്ട് ചെയ്യാം. ഞാനൊരു 20 ടൈംസാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മളുടെ ഹെഡിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു അത്രയും ലെങ്ത്തിന് ഒരു 20 ടൈംസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഒരു ലെങ്ത്തിന് കിട്ടും. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന, അതായത് വലിയ അഡൾട്ട്സിനാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണിത്. ഓക്കെ, അങ്ങനെ 6mm കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ 4mm വെച്ചിട്ട് കുറച്ച് ആ ചെവിയുടെ ഏരിയ വരുന്ന അത്രയും ഏരിയ ഫില്ലാവുന്ന രീതിയിൽ 4mm വെച്ചിട്ട് നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്യാം.
ഈ B7000 ഗ്ലൂ ആണ് ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ബാൻഡിൽ ഇത് വെച്ചിട്ട് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ആ പേൾസിൻ്റെ നടുക്കുള്ള പേൾസില്ലേ, അവിടെ മാത്രം നമുക്ക് ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അവിടെ മാത്രം ഗമ്മ് പുരട്ടിയിട്ട് അത് ഹെയർ ബാൻഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പം അങ്ങനെ ഇങ്ങ് ഇരുന്നോളും. നമുക്കിനി കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്താലോ. ഒരു 4 സ്റ്റോൺസേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ആവശ്യമനുസരിച്ച് സ്റ്റോൺസിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സ്റ്റോൺ ഇല്ലാതെയും ഈ ഹെയർ ബോ അടിപൊളി ഒരു ലുക്കാണ്. പിന്നെ കുറച്ചുകൂടെ ലുക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റോൺസ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പേൾസും സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നമ്മുടെ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് യു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.